ഗുഡ് മോർണിംഗ് സർ. ഒന്ന് അനങ്ങി വായന്റെ വക്കീലേ. ഇനി അമ്മൂന് ഫോൺ ചെയ്യുമ്പോ ബാംഗ്ലൂരിലെ അനാഥ കുട്ടികളുടെ കൂട്ടത്തിൽ നമുക്കും കൂടി ഇത്തിരി ഇടം തരാൻ പറയണം അവളോട്. ഒരു ചെറിയ കോട്ടേജ് അത്ര മതി. എന്താ? എക്സ്ക്യൂസ് മീ സർ. വണക്കമ്മ. കൺഗ്രാചുലേഷൻസ് സർ, കൺഗ്രാചുലേഷൻസ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി നമ്മൾ ജയിച്ചു സാർ. കേസ് നമ്മൾ ജയിച്ചു സാർ. നല്ല ക്ലീൻ കോംപ്രമൈസ്. സാർ ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ല സാർ, ആ കള്ള മാർവാടിയെ ചുറ്റി വളച്ച് നമ്മളൊരു വഴിക്ക് കൊണ്ടേ കെട്ടുവന്ന്. ഡൺ. ഇപ്പൊ ഫോണിൽ വിളിച്ച് ഓക്കെ പറഞ്ഞു പട്ടാജി. താൻ എന്തൊക്കെയാണോ വിക്ടറി പറയുന്നത്? അയ്യോ സാർ, ഞാൻ പറഞ്ഞിരുന്നല്ലോ പട്ടാജിയുടെ കാര്യം. കിഷൻ ഭട്ട. സാർ, ദ നൊട്ടോറിയസ് മാഫിയ കിങ് കിഷൻ ഭട്ട ഫ്രം ബോംബെ. ഇപ്പാള് ദുബായിലാണല്ലോ. അയ്യോ അമ്മ, മാഫിയ എന്ന് കേട്ട് പേടിക്കല്ലേ. പാവ മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ. കേട്ടോമ്മ, സാറിന്റെ ഈ ദണ്ണം വിഷമവും കണ്ടിട്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ സാറിനെ മാർവാടി കോടികൾ കളിപ്പിച്ച കാര്യവും ഇപ്പത് 2-2.5 വർഷമായിട്ട് കേസ് ഇങ്ങനെ ഇളിക്കുന്ന കാര്യവും നേരെ ചെന്ന് ഭട്ടാജിയോട് വിസ്തരിച്ച് പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ട് ഡിസിഷൻ അമ്മ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് മാർവാടി വിളിക്കുന്നു ഭട്ടാജി. ഒറ്റ വാക്കാണ്. ഇന്ന് കോടതിയിൽ കേസ് വിധി വരുന്നതിന് മുമ്പ് സാറിന്റെ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ ബോംബെയിൽ വൈരക്കച്ചവടം നടത്തുന്ന നിന്റെ തന്ത മാർവാടിയുടെ കഴുത്തിന് മേലെ നാളെ തല കാണൂല്ലടാ മോനേന്ന്. കണക്ക് പ്രകാരം നമുക്ക് ഇങ്ങോട്ട് സാറിന് വരാനുള്ളത്, അതായത് ആസ് പെർ ടുഡേസ് എക്സ്ചേഞ്ച് റേറ്റ് തെറാംസ് ഇൻറ്റു ഇന്ത്യൻ റുപ്പീസ് ഫിഗർ 7,70,00,000 ഇന്ത്യൻ റുപ്പീസ്. ഒരു റൗണ്ട് ഫിഗർ പറയാൻ പറഞ്ഞു ഭട്ടാജി. സാറിനോട് അനുവാദം ചോദിക്കാതെ 7 crores കോംപ്രമൈസ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു ഭട്ടാജിയോട്. ഇന്ന് പകൽ കൃത്യം 12 മണിക്ക് ഫുൾ എമൗണ്ടിന് ലിക്വിഡ് ക്യാഷ് ഭട്ടാജിയുടെ കാൽക്കൽ കൊണ്ടുവച്ച് തൊഴുതു നിൽക്കും മാർവാടി. കേട്ടോമ്മ, ഈ വക്കീലിന് ഇപ്പൊ തോന്നും ഈ എന്റെ UAE നമ്പർ 3 ലിക്കർ ബാരൻ വിക്ടർ സെബാസ്റ്റ്യൻ എന്തിനാ ഈ കണ്ണി കണ്ടവരുടെ മുന്നിൽ കിടന്ന് താണി ചെയ്യുന്നതെന്ന്. എടോ വക്കീലേ, ഇത് കണ്ണി കണ്ടവരൊന്നുമല്ല, കൺകണ്ട ദൈവങ്ങളാ എനിക്ക് ഈ നിൽക്കുന്ന രണ്ടുപേരും, ഈ സാറും ഈ അമ്മച്ചിയും. താനിപ്പോ കേറി വരുമ്പോ പുറത്ത് കണ്ടില്ലേ, അതുപോലൊരു കോട്ട് ഇട്ടോണ്ട് ഈ തിരുമുറ്റത്ത് നിന്നിട്ടുണ്ട് വിക്ടർ ഡ്രൈവറായിട്ട് ഫോർ 2 years. അല്ലേ സാർ? എന്നിട്ടൊടുക്ക ഇവിടെ നിന്ന് ചാടി ഈ ബെൽറ്റിനിടയിൽ ഫുൾ ബോട്ടിലും തിരികെ ഓൺ മോട്ടോർ സൈക്കിൾ അജ്മാൻ ഷാർജ അബുദാബി റൂട്ടിൽ ലിക്കർ സ്മഗ്ലിംഗ് നടത്തുന്ന കാലം ഒരു ദിവസം പിടിവിടും. സാർ അന്ന് സ്ഥലത്തില്ല, ബിസിനസ് ട്രിപ്പിൽ. ഒടുക്കന്റെ കടവൾ പോലത്തെ ഈ അമ്മയാ എന്നെ വന്ന് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. അന്ന് ഇതാ ടപ്പേന്ന് എടുത്തിട്ട് ഒറ്റയടി അമ്മ. എന്നിട്ട് ഈ വലത്തെ കയ്യെ കിടന്ന ഡയമണ്ട് വളയൊരി എന്റെ കയ്യിലോട്ട് വെച്ച് തന്നു. കൊണ്ടുപോയി രക്ഷപ്പെടിക്കണമെന്നും പറഞ്ഞു. അത് വിറ്റ് കിട്ടിയ 25,000 UAE dirhams കൊണ്ടാണോ ഇന്നത്തെ ലിക്കർ ബാരന്റെ തുടക്കം. ശരിതാനമ്മ, കണ്ടോ? കണ്ണ് നിറഞ്ഞത് കണ്ടോ? താൻ പേപ്പർ സാറിന് കൊടുത്തേ. ശരി സാർ. ഒന്ന് സൈൻ ചെയ്തേക്ക് സാർ. ഒന്നുമില്ല സാർ, ഒത്തീർപ്പാവുന്നെന്ന് കോടതിയിലൊന്ന് എഴുതി കൊടുക്കണം. പിന്നെ ചില്ലറ ഫോർമാലിറ്റീസ് ഒക്കെ വക്കീൽ നീക്കിക്കോളും. അല്ല സാർ, ഇൻ കേസ് സാറിന് എന്തെങ്കിലും വിശ്വാസക്കുറവ് പോലെ ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ചെക്കും പേപ്പേഴ്സ് സാറിനെ തന്നെ എഴുതാൽ മതി. എന്നിട്ട് സാറും കൂടി എന്റെ കൂടെ ഒന്ന് കയറി ഇറങ്ങേണ്ടി വരും കോടതിയിലും ഭട്ടാജിയുടെ അടുത്തും. ഇല്ല വക്കീലേ? ഇത് താൻ തന്നെ വെച്ചാൽ മതി. അല്ല സാർ, എന്നാൽ ഇത്രയും വലിയ എമൗണ്ടൊക്കെ ആവുമ്പോ സാറ് തന്നെ നേരിട്ട്. അമ്മ, സാറിന്റെ ഈ കാലിന് നല്ല ആവതില്ലാത്തതുകൊണ്ടാ ഞാനിതൊക്കെ. എടോ വിക്ടർ സെബാസ്റ്റ്യൻ, ഇത് പിടിക്ക്. എനിക്ക് വിശ്വാസമാണ് തന്നെ. താങ്ക് യു സർ. സമയമാവണു, താൻ ചെല്ലേ. പറയമ്മ. അപ്പൊ ആവശ്യം വരുമ്പോ കോടതി ഞാൻ വിളിക്കും. സാറിന് വന്ന് പോന്നാ മതി. ഓഴൻ, തനിക്ക് ഇപ്പോഴും ഒരു വിശ്വാസക്കുറവായി ഇവനെ, ഈ വിക്ടറിനെ, ഇല്ലടോ? എങ്കിലും രവി സ്ഥലത്തുള്ള സ്ഥിതിക്ക് രവിയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു. എപ്പോഴും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല അവനെ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാടായില്ലേടോ അയാൾ നമ്മളെ സഹായിക്കുന്നു. എന്നാലും അതെ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് കേട്ടാൽ എരമ്പി ഒരു വരവുണ്ട് രവി.
No, you stay back. Hey, you! Do what I say. Damn it! അയ്യോ ഇച്ഛൻ സലീമോ? നിങ്ങള് വരുന്നു യൂസഫൊക്കെ പറഞ്ഞിന്. എങ്ങനെയുണ്ട് നിന്റെ ഉമ്മക്കിപ്പോ? ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ? ഓ ഉമ്മക്ക് ഇപ്പൊ സുഖാരിക്കണു. ഒക്കെ നിങ്ങൾ കാരണം കൊണ്ടാ. ഏയ് എന്റെ അല്ലടാ, പടച്ചതമ്പുരാൻ. നിക്ക് രണ്ടാളും ഒരുപോലെയാ. നിങ്ങളും പടച്ചതമ്പുരാനും. നിങ്ങളെ രൂപത്തില് പടച്ചതമ്പുരാൻ വന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഉമ്മച്ചി ഇപ്പോ. ഏയ് കുഞ്ഞാപ്പട്ടി എവിടെ ഉണ്ട് ഇപ്പോ? കുഞ്ഞാപ്പൊട്ടിക്ക ദാ അവിടെ എവിടെയോ മാറിയിരിക്കുന്നുണ്ട്. മുഹമ്മദ് ബാപ്പു, സൺ ഓഫ് ബാപ്പുട്ടി ഹാജി, എടവണ്ണ, കേരള. ഇടവണ്ണ എന്തായി ഇതില്ലേ? അത് മതി. ഇനി ലിസ്റ്റ് പ്രകാരം നോക്കിയിരിക്കാം. ഇന്ന് മോനെ ബാപ്പു, പടച്ചോന്റെ ഗർഭമുണ്ട് ഇന്റെ മോളെ നിക്കാതെ നടക്കുമ്പോ നീ ലീവിന് നാട്ടിൽ കാണുമല്ലോ. മഞ്ചേരിയിൽ നിന്ന് ഏഴറിന്റെ ദിൽക്കൂസ് ബസ്സിൽ കയറിയിട്ട് ദുബായ്ക്കാരൻ കുഞ്ഞാപ്പുട്ടിയുടെ വീടെന്ന് പറഞ്ഞാൽ മതി. ഓൽ കൃത്യമായിട്ട് ആ പഠിക്കാൻ കൊണ്ടേ ഇറക്കി തരും. എന്നിട്ട് എന്റെ മോളോട് നീ പറയണം, എന്റെ മോള് വിഷമിക്കരുത്, ഇന്ന് ദുബായിലിരുന്ന് പാപ്പൊക്കെ മനസ്സിൽ കാണുന്നുണ്ടെന്ന് പറയണം. ചെല്ലു. പിന്നെ നീ നാട്ടിൽ ചെന്ന മോടിക്ക് എന്റെ കാര്യം മറന്നല്ലേ പായ. ഞാൻ നിക്കാതെ കണ്ടിട്ട് വീഡിയോയിൽ പിടിച്ച മാതിരി വിശേഷങ്ങൾ നീ എന്നോട് അത് പറഞ്ഞു തരണം. ഇന്റെ റബ്ബേ, അല്ലോ ഇതാരാണ് വാപ്പ? പടച്ച തമ്പുരാനെ, ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ നിങ്ങളെ കാര്യം. ഇതാ ആദ്യം കുറി ചെയ്ത് നിങ്ങളെ ധരിക്കാൻ കുടിക്കി. അതിനെങ്ങനെ അങ്ങോട്ട് വന്ന് കാണാനും വേണ്ടി ഇപ്പൊ അതിനോട് സമയം ചോദിച്ചാൽ 100 കൂട്ട് ഒഴിവൊഴിവുകളാണ് അവനക്ക്. നിങ്ങൾ വിലാത്തിയിലാണ്, അമേരിക്കയിലാണ്, മദ്രാസിലാണ്, ബോംബായിലാണെന്നൊക്കെ പറയും മനസ്സിനെ സ്വീപ്പാക്കി കളയുന്നു. അല്ല, ഇതാ ഇത് നമ്മളെ ചന്ദ്രനായർക്ക്. എന്നാ ഇതാനക്ക്. പിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് പ്രത്യേകം ക്ഷണിക്കുന്നുണ്ടെന്ന് പറയണം മൂപ്പരോട്. അല്ല, നാട്ടുകാർക്ക് കത്തും കൊടുത്ത് ന്യായം പറഞ്ഞ് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റി കളിക്കാനാണ് നിങ്ങളുടെ ഭാവം? എന്താ കുഞ്ഞാപ്പിടിക്കാൻ പോണില്ലേ പുന്നാരം കൊണ്ട് നിക്കാഹിന്? നിങ്ങൾ എന്ത് തമാശാണ് ഭായി പറയുന്നത്? ഇവിടുത്തെ സീസൺ പണി വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവാന്ന് വെച്ചാല് നിങ്ങൾ നടക്കാത്ത കാര്യം പറയല്ലേ? അല്ലെങ്കിൽ തന്നെ നിക്കാഹ് കഴിഞ്ഞ എന്റെ മോക്കും വിയാപ്പളക്കും വിമാനം കയറി വേണമെങ്കിൽ ഇങ്ങോട്ടും വരാലോ. ഇവിടെ വന്ന് രണ്ടാളും ബാപ്പനെ കാണട്ടെ, അതല്ലേ എന്റെ ഒരു ഗമ? അല്ലല്ലോ കള്ള നായിന്റെ മക്കള് വീഴ്ചക്കാതെ ഒരു ചായ വാങ്ങി വരാൻ തോന്നില്ല ഒരുത്തനും. കള്ള സുവറേ, എന്നോട് വേണ്ട നിങ്ങളുടെ ഈ നാടാൻ കളി. അല്ല നിങ്ങൾ എന്താപ്പാ അങ്ങനെ നിങ്ങൾ ചെല്ലാണ്ട് നടക്കണ്ട നിങ്ങളുടെ മോടെ നിക്കാഹ്. ഇത് നിങ്ങൾക്കുള്ള ടിക്കറ്റ്. നാളെ വെളുപ്പിന് 3 മണിക്കാണ് കോഴിക്കോട്ടുള്ള ഫ്ലൈറ്റ്. അതിനുള്ളിൽ ഇവിടെ എന്താ പണിയെന്ന് വെച്ചാൽ തീർത്തോളണം. ഇത് നിങ്ങളുടെ കെട്ടിയോക്കും സെലീനാക്കും അവിടെ പുതിയ പടക്കുള്ള ടിക്കറ്റാ. അവരും ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ. അല്ല, വിസയും താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ഇവൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മാഷെ? എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂലാന്ന്. ഇവളെങ്ങനെ ഹലാക്കിന്റെ ഒടുക്കത്തെ പണി എടുക്കുമ്പോ ഇതെല്ലാം കൂടി ഇട്ടറിഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ എന്റെ മോളെ നിക്കാഹിന് പോവാൻ എനിക്ക് ടിക്കറ്റിന് പണം പറയാഞ്ഞിട്ടാ? എന്റെ പൊന്നു മോനെ, ഈ ഇതിന്റെ കായ് അല്ലാതെ ഉള്ളത് കൊണ്ട് പോയി ക്യാൻസൽ ആക്കാൻ നോക്ക്. എടോ കള്ള കുഞ്ഞാപ്പുട്ടി, എവിടെ തന്റെ പാസ്പോർട്ട്? അല്ലാ മൊയ്തീനെ, അസ്ലമേ, എവിടെ എന്റെ പാസ്പോർട്ട്? കാണാതെ പോയാൽ നോക്കാൻ പറഞ്ഞ അതിന് മാത്രം സമയം കിട്ടൂല ഇവിടെ ഒരു പെടക്കിനും. കുഞ്ഞാപ്പുട്ടിക്കാ, ഓ മതി നിർത്ത്. നിങ്ങളുടെ കാണാതെ പോയ പാസ്പോർട്ട്. പാസ്പോർട്ടും പത്താക്കയും അടക്കം പുരയിലുള്ളത് സകലതും വാരി പണയം വെച്ചിട്ട് വേണോ നിങ്ങൾക്ക് സലീനയുടെ നിൽക്കാൻ നടത്താൻ? എത്ര തവണ ഇവ വന്ന് ചോദിച്ചു പണം എത്രയാ വേണ്ടതെന്ന്? ഓരോരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എത്ര കാലമായി ഭായി നിങ്ങൾ നമ്മളെ സഹായിക്കണം. ഇത്രയും നാളിന്റെ അടുക്ക് ഒരു ഓട്ടക്കാലാണ് അങ്ങോട്ട് അത് കടമിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് പിന്നെ നിങ്ങളടുത്ത് ചക്കാത്തിന് വരാന്ന് വെച്ചാൽ കുഞ്ഞാപ്പിട്ടിക്ക, കയ്യിൽ പാസ്പോർട്ടും വിസയും കടലാസും ഒന്നും ഇല്ലാണ്ട് വിശന്ന് വലഞ്ഞ് ആദ്യമായി ഞാൻ ഈ പോർട്ടിൽ വന്ന് തളർന്നു വീണപ്പോ താങ്ങി പിടിച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്ന ഒരൊറ്റ സുലൈമാനി ഉണ്ടല്ലോ, അത് മതി. എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കോരി തന്നാലും തീരില്ല നിങ്ങളുടെ കടം. നാട്ടിലെ ബാങ്കിലേക്കുള്ള ചെക്ക ചെലവിന് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ എഴുതി എടുത്തോളാം. സലീനയ്ക്കുള്ള പൊന്നും ഉരുപ്പടികളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ഇവൻ വരും നിങ്ങളെ യാത്രയാക്കാൻ. എന്തായിരുന്നു
ഓ മജീദേ ഇവിടെ വാടാ. എന്താ ചായ? ആരാടാ ഈ മൻസൂർ? ഹലാക്കായല്ലോ പഠിച്ചോനെ. അതെ, നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പറയുന്നതെന്നാണ് ഞാൻ ഇവനോട് ആ ചന്ദ്രനായരോടും. നിങ്ങളോട് കളി പഠിക്കാൻ തിരക്കാനായിട്ടില്ല മൻസൂർ. ഓ മഹാപരക്ക് കളി തമാശക്കാരൻ. എന്റെ പണിക്കാരന്റെ കൈയും കാലം തല്ലി ഓടിക്കുന്നത് കളി തമാശ അവന്. നിങ്ങളത് വിട്ടാലിന് ഇത് ഓന്റെ നാവ് തൊള്ളേ കിടക്കാൻ കിട്ടിയതാ. അടി മുഖം എടുത്തോടെ നിങ്ങൾക്കും കിട്ടിയില്ല കുഞ്ഞാപ്പിട്ടിക്ക. എന്നിട്ട് നാണം കെട്ടും. അറിയാമല്ലോ എല്ലാവർക്കും. വെറും കൈയോടെ ഹമരിയ പോർട്ടി വന്ന് പെട്ടവനാ രവി. ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളെ ചുമന്ന് ഇവിടെ നിന്ന് ആ കച്ചവടത്തിൽ രവിയുടെ തുടക്കം. അത് മറക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനിത് വിട്ടുതരാം. വെറുതെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കുചേരാം, മത്സരിക്കാം. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ 50% മുതൽ മുടക്കൊന്നുമില്ലാതെ പങ്കുവേണമെന്ന് ദാദാപ്പീസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ടാ രവിക്ക്. ഒരു ലേശം. ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവനെന്തോ ചെയ്തു കളയുന്നല്ലേ ഭീഷണി. ഞാനിവിടെ വന്നു പോയെന്ന് പറയണവനോട് ഇനി എവിടെ ഉണ്ടാവുമെന്നും. കേട്ടല്ലോ എല്ലാരും? പോട്ടടാ, പോട്ടെ കുഞ്ഞാടിക്ക. ഓർമ്മ വേണം എന്റെ കാര്യം. ശരി, പെട്ടേക്ക. അല്ല രക്ഷപ്പെട്ട്. കുഞ്ഞാപ്പിട്ടിക്ക ഓം വരണുണ്ട്. മജീദിനെ തച്ച മൻസൂർ. ഒരുത്തനാണ് ഇതിനൊക്കെ. आ गया साला मेजर साहब। मैं जानता था कि तू जरूर इधर आएगा। बड़ा हिम्मत वाला है ना तू? बोलिए मेजर साहब, എന്ത് തീരുമാനിച്ചു? भाई साहब आप मेरा बात सुनो. अबे हट जा कुत्ते। छोड़ो, इसको सिखाने के लिए सिर्फ मैं अकेला काफी हूं। जी सर. No.
മൻസൂർ, കച്ചവടത്തിൽ കൊള്ളപ്പങ്ക് പിടിച്ചു പറിക്കാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചവൻ ആരായിരുന്നാലും ശരി, അവനോട് ചെന്ന് പറഞ്ഞേക്ക്, ദാ ഈ കോട്ടും സൂട്ടും ഇട്ടുപോയെന്നേ ഉള്ളൂ, തണ്ടല്ലൂരി കഴുത്തിൽ ടൈ കെട്ടിയിട്ടില്ല രവി, സംസാ. अबे मलबारी, अगर तुझे मालूम पड़ेगा ना कि मुझे किसने यहाँ भेजा है, तो खड़े खड़े तेरा पिसाब निकल जाएगा बे। ഒന്നും മതിയാക്കി. നമ്മളെ നാട്ടിലെ പോലീസ് അല്ല ദുബായില്. നിങ്ങൾ എത്ര വലിയ ആളുകളും തെറ്റും കുറ്റും ചെയ്ത ശിക്ഷ ഉറപ്പാ അവിടെ വിട്ട് കളയുന്നു. രവി ये क्या हो रहा है? ദുബായിൽ വന്നിറങ്ങിയിട്ട് മൻസൂറിന്റെ മൊബൈലിലേക്ക് 2 തവണ ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന്. അഞ്ജലി ഭക്തിയാറിന് വിലക്ക് വാങ്ങിക്കാനുള്ള പടക്കെയൊന്നും ഇവനില്ല. ഹീസ് ഓൺലി ലോക്കൽ കോൺടാക്ട്. Hey, what is this? What are you talking about? നിന്നെ ഒന്ന് കെട്ടിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കാം ഈ പന്നിക്ക്. യൂസഫ്, നീ ചന്ദൻ ബാപ്പയെ വിളിച്ചിട്ട് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ ഒന്ന് കിളച്ചു നോക്കാൻ പറയണം. Give him 24 hours. ദാ വിവരങ്ങൾ എത്തുന്നവരെ ഇവിടെ നിന്റെ പിടി തന്നെ ഉണ്ടാവണം, സേഫ് ആയിട്ട്.